അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ ഈ കാണുന്നത് ഹറമിൻ്റെ നേരെ ഉണ്ടോ അള്ളാഹിൻ്റെ ഹബീബിൻ്റെ ഏറ്റവും വലിയ സ്നേഹിതൻ അബൂബക്കർ സിദ്ദീഖ് അള്ളാഹിൻ്റെ വീട് സ്ഥിതി ചെയ്തൊരു ഇടാണ്, പള്ളിയായിരുന്നു. ഇത് പൊളിച്ചിട്ട് ഇപ്പോൾ മെയിൻ്റനൻസ് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് താഴത്ത് പോയിട്ട് കാണാം ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഞാൻ താഴത്ത് ഇറങ്ങിയിട്ടുള്ളൊരു ദൃശ്യമാണ് കേട്ടോ. പഴയ മക്ക ടവറാണ്. ഇറങ്ങിയപാട് നമുക്ക് ഹറമിൻ്റെ ഒരു ഇത് കാണാം കണ്ടോ. മിനാരങ്ങളൊക്കെ 84 നമ്പർ ഗേറ്റാണ്. അങ്ങനെ ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് താഴത്തേക്ക് ഇറങ്ങിയിട്ട് ദൃശ്യങ്ങളൊക്കെ പകർത്താം പരിശുദ്ധമായ ഹറമിൻ്റെ. അതുപോലെ തന്നെ ഇന്ന് ജൂലൈ 28 സഫർ 13 കേട്ടോ. താഴത്തേക്ക് ഇറങ്ങുകയാണ്. അല്ലാഹുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളിലൊക്കെ ഉണ്ടാവട്ടെ. അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പം തന്നെ നമുക്ക് ഇടതുവശത്തേക്ക് നോക്കുകയാണെങ്കിൽ പുതിയ പള്ളി ഉണ്ടോ. പുതിയ പള്ളിയുടെ ആ കാഴ്ചകൾ നേരെ 79 നമ്പർ ഗേറ്റ്. ഞാനതിൻ്റെ മുകളിൽ അവിടെ മെയിൻ്റനൻസ് വർക്ക് നടക്കുകയാണ്. പള്ളി ഉള്ളിൽ പൊളിച്ചിട്ട് എന്തായാലും പടച്ച റബ്ബിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഈ പ്രഭാതം സുന്ദരമാക്കി തരട്ടെ. റബ്ബിൻ്റെ എല്ലാ കരുണയും കടാക്ഷങ്ങളും നിങ്ങളിലുണ്ടാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സമയം 6:25 കേട്ടോ. ഇനി നമുക്ക് കഅബാലയം കാണാം. ഒരുപാട് പേര് നിന്ന് ദുആ ചെയ്യുന്നുണ്ട്. അവരുടെ ഇടയിൽ നമുക്ക് അള്ളാഹു ഒരിടം തന്നു. പടച്ച റബ്ബിൻ്റെ അനുഗ്രഹം നിങ്ങളിലൊക്കെ ഉണ്ടാവട്ടെ. ഉണ്ടോ അള്ളാഹു ഈ പ്രഭാത സുന്ദരമാക്കി തരട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, മക്കൾ, കുടുംബാദികൾ, സൗഹൃദങ്ങൾ അവർക്കൊക്കെ അള്ളാഹു അനുഗ്രഹങ്ങൾ കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കണ്ണിറയെ കാണാം കേട്ടോ കഅബാലയം. അതുപോലെ തന്നെ രോഗികളായിട്ടുള്ള ഒരുപാട് പേരെടുത്ത് ദുആ ചെയ്യാൻ പറഞ്ഞിട്ട് അവരുടെ രോഗങ്ങളിലൊക്കെ അള്ളാഹു കാമിലാ ശിഫ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഖബറും അള്ളാഹു സ്വർഗ്ഗപ്പൂങ്കാവനമാക്കി മാറ്റി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വാർദ്ധക്യത്തിൽ കിടക്കുന്ന ഉമ്മാരുപ്പമാരൊക്കെ ഉണ്ട്, അവർക്കൊക്കെ അള്ളാഹു സമാധാനം നൽകട്ടെ. അവരെ സംരക്ഷിക്കുന്ന മക്കൾക്ക് അള്ളാഹു ദീർഘായുസ്സും ആരോഗ്യ ആഫിയത്തും കൊടുക്കട്ടെ. അതുപോലെ തന്നെ വീട് വെക്കാൻ, കല്യാണം കഴിയാത്തവർ, കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, കുറച്ചാൽ അവർക്കൊക്കെ അള്ളാഹു നല്ല വഴികൾ തുറന്നു കൊടുക്കട്ടെ. അതുപോലെ എല്ലാ കുടുംബങ്ങളിലും ഇന്നത്തെ പ്രഭാതത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾ വന്ന് ചേരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നല്ലൊരു പ്രഭാതം നേരുന്നു. അസ്സലാമു അലൈക്കും.